ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, എങ്ങനെ വിയറ്റ്നാം ഹോച്ചിമിൻ സിറ്റിയിൽ വന്നിട്ട് എന്റെ 3ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പൊ നല്ല ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റ് ഇപ്പൊ കുളിച്ച് ഫ്രഷ് ആയുള്ളൂ. ഇന്ന് എന്താ പ്ലാൻ എന്നുള്ളത് ഇങ്ങനെ ആലോചിക്കണം. പിന്നെ അതുകൂടാണ്ട് ഇന്നലെ അല്ല, ഞാൻ കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടെന്ന് അറിഞ്ഞ ആ ഒരു ടൈമിൽ തന്നെ എനിക്ക് വിയറ്റ്നാമിലുള്ള മലയാളീസ് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്യണ്ടായിരുന്നു. അതിന്റെ അകത്ത് ഇന്നലെ നൈറ്റ് ഞാൻ ഒരു പയ്യന് മെസ്സേജ് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. വിപിൻ എന്നാണ് ആ പയ്യന്റെ പേര്. അപ്പൊ എന്നെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവന്റെ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്തു. അങ്ങനെ 1-2 സ്ഥലത്തൊക്കെ നൈറ്റ് കുറച്ച് കറങ്ങിയിട്ടൊക്കെയാണ് ഞാൻ റൂമിൽ വന്ന് കിടന്നത്. അപ്പൊ അവര് ഇവിടെ എന്തോ ബിസിനസ് കാര്യങ്ങളായിട്ടൊക്കെ നിൽക്കുന്നവരാണ്. അപ്പൊ അവരുടെ പരിചയത്തിലുള്ള ഇവിടെ മലയാളികളുടെ ഹോട്ടലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് നാട്ടിലത്തെ ഫുഡൊക്കെ മിസ് ചെയ്യുമല്ലോ. അതായത് ഈ ഇറച്ചിച്ചോറ്, ഗീ റൈസ്, ബീഫ് കറി, പുട്ട്, കടല, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മിസ് ചെയ്യുമല്ലോ. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചാൽ അങ്ങനെ എന്തെങ്കിലും ഫുഡ് വേണോ, അങ്ങനെ എന്തെങ്കിലും ഒന്നിലേക്ക് റൂമിലേക്ക് എത്തിച്ചു തരാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് കഴിച്ചാലോ, എന്നിട്ട് നമുക്ക് അവിടുന്ന് എന്തെങ്കിലും പ്ലാൻ ചെയ്യാം, വ്ലോഗ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നോക്കട്ടെ. രാവിലെ തന്നെ എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു പുട്ടും കടല എങ്ങനെ വേണോന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ അവരെ പോയി മീറ്റ് ചെയ്യാം. ആദ്യം ഒരു ചായ കുടിക്കണം. നേരെ ഓപ്പോസിറ്റുള്ള ഞാൻ ഇന്നലെ കയറിയില്ലേ ഇന്ത്യൻ റെസ്റ്റോറന്റ്, അവിടെ കയറിയിട്ട് ഒരു മസാല ടീ കുടിച്ചിട്ട് നമുക്ക് അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് നേരെ അവരായിട്ട് ജോയിൻ ചെയ്യാം. അവരെയും കൂടെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ദിവസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ ഗൈസ്. എങ്ങനെ നേരെ നമ്മുടെ വിപിൻ ബ്രോനെ മീറ്റ് ചെയ്തു. അവിടുന്ന് ഒരു മലബാറി കിച്ചൻ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറന്റ് കയറിയിട്ട് ഒരു ഇറച്ചി ചോറൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അല്ലേ. വിപിൻ ബ്രോ, ശരിക്കും ബ്രോ എവിടെ ആയിട്ടാ? കണ്ണൂരല്ലേ? ഞാൻ കണ്ണൂര്. എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഞാൻ അവിടെ ഒരു മാർക്കറ്റിംഗ് ഏജൻസിന്റെ ഓക്കെ ആണല്ലേ. അപ്പൊ വിപിൻ ഇങ്ങനെ മെസ്സേജ് അയച്ച് അങ്ങനെ ഇന്നലെ ഞങ്ങള് കണ്ടുമുട്ടി. അങ്ങനെയുള്ള ഒരു പരിചയമാണ്. പക്ഷെ അടിപൊളിയാൻ പറയണ്ട, ഒന്നും പറയാനില്ല. ഇങ്ങനെ പല അതായത് നമുക്ക് ഇവിടുത്തെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലല്ലോ. അപ്പൊ വിപിൻ പറഞ്ഞാണ് ഞാൻ ഓരോന്ന് ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഞങ്ങൾ എങ്ങോട്ട് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു വാക്കിംഗ് സ്ട്രീറ്റ് അല്ലെ, ന്യൂയിങ് വാക്കിംഗ് സ്ട്രീറ്റ്. ഇതിന്റെ പേരൊക്കെ പഠിച്ച് വായിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട്. പഴയ ഒരു കിങ്ങിന്റെ പേരാ. ആണോ? ഓക്കെ, ഇവിടുത്തെ പഴയ കിങ്ങിന്റെ പേരാന്ന് പറയണത്. ഓക്കെ, എന്തായാലും ആ ഒരു വാക്കിംഗ് സ്ട്രീറ്റ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇവിടെ പിന്നെ മെയിനായിട്ട് ഇന്നത്തെ ദിവസം ഒരു റെയിനി ഡേ ആണ് കേട്ടോ. ഇന്ന് വെയിലേ ഇല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഭയങ്കര മൂടിയായിട്ടിരിക്കണ. രാവിലെ മുതൽ ഞാൻ റെഡിയായി നിൽക്കുമ്പോ ആ ഒരു ടൈം മുതലേ നല്ല മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നടക്കാം. ഇതൊരു ബ്രാൻഡഡ് കോപ്പീസ് കിട്ടുന്ന ഇവിടെ എല്ലാ ബ്രാൻഡഡ് കോപ്പീസ്. ഗൈസ്, അങ്ങനെ നമ്മൾ നടന്നു തന്നെ വൈകി ഒരു സൈക്കിൾ സ്ക്വയർ ഹാങ് ഫൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെൻട്രൽ മാർക്കറ്റ് എന്നാ പറയണത്. അപ്പൊ വിപിൻ പറഞ്ഞു ഇവിടെ ആയിട്ട് എല്ലാം ബ്രാൻഡ് ഐറ്റംസിന്റെ കോപ്പീസ് ഇവിടെ കിട്ടും. ഷൂസ് ആണെങ്കിലും ഡ്രസ്സൊക്കെ ആണെങ്കിലും എല്ലാം കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ ജസ്റ്റ് എന്തായാലും വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് നടക്കണല്ലേ. അപ്പൊ ഇതും കൂടെ ഒന്ന് ജസ്റ്റ് പോയി കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. കൊള്ളാം, അത്യാവശ്യം എല്ലാ ബ്രാൻഡ് കോപ്പി ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. കോഫി ഇവിടെ ഈ കോഫി ഇവിടെ ആയിട്ട് മെയിൻ ആണെന്ന് അല്ലേ? കോഫി ഇവിടെ മെയിൻ ആണ് അല്ലെ. വിയറ്റ്നാം കോഫി. വിയറ്റ്നാം കോഫി എന്ന് പറഞ്ഞാൽ റോബസ്റ്റ ആണ്. റോബസ്റ്റ കുറച്ച് ബിറ്റർ ടേസ്റ്റ് ആണ്. സാധാരണ നമ്മുടെ നാട്ടിലും ഇവിടെയൊക്കെ അറബിക്കാണ് സാധാരണ ആൾക്കാർ യൂസ് ചെയ്യാറ്. പക്ഷേ ഇത് കുറച്ചൊരു സ്ട്രോങ് ആണ്. എല്ലാവർക്കും ഈ ഫ്ലേവർ ഇഷ്ടപ്പെടണമെന്നില്ല. ഞാൻ ഇന്നലെ ഒരു കോഫി കുടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല അടിപൊളിയായിരുന്നു. ഞാൻ നിങ്ങളൊരു സ്ഥലത്തോട്ട് പോവാം, സോൾട്ട് കോഫി. നമുക്ക് പോയിട്ട് ഒരെണ്ണം കുടിക്കണം. ഇന്നലെ ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ട് ഇതുപോലെ ഒരു കോഫി കുടിച്ചപ്പോ ഭയങ്കര ടേസ്റ്റായിരുന്നു. ഉപ്പിട്ട കോഫി ഉണ്ട്. സോൾട്ട് ഞാൻ കുടിച്ചിട്ടുണ്ട്. അങ്ങനെ സോൾട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പോയിട്ട് ഇവിടെ അതിന്റെ കാപ്പിക്കുരു പൊടിച്ച് കൊടുക്കുന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഐറ്റംസ് അവിടെ കൊള്ളാട്ടോ. ആക്ച്വലി കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചൊരു സ്ട്രീറ്റ് കൂടുതലും ഒരു ബ്രാൻഡ് ടച്ചോ ക്വാളിറ്റി ടച്ചോ ഐറ്റംസ് ഒന്നും അല്ലായിരുന്നു. ഈ ഒരു മാളിൽ ഫുള്ള് ബ്രാൻഡ് കോപ്പീസ് കാര്യങ്ങളൊക്കെ ഇവിടെ ബ്രാൻഡഡ് കോപ്പി ആറിന് പിന്നെ നോ വീഡിയോസ് ഒന്നും ആണ് മിക്കവരും ഇവിടെ പറയണത്. വീഡിയോസ് ഒന്നും എടുക്കാൻ അവർ സമ്മതിക്കില്ല. എന്നാലും നമ്മളെ നൈസായിട്ട് ഇങ്ങനെ എടുക്കും അല്ലേ ഇവര്? എന്നാലും നൈസായിട്ട് കൊണ്ട് എടുക്കും നമ്മൾ. ബ്രാൻഡഡ് കോപ്പി ആറ് അവർക്ക് ഇഷ്യൂസ് ഉണ്ടാവും. ഞങ്ങളവിടെ അതിന്റെ ഉള്ളിൽ നിന്ന് 2 ടീഷർട്ടിനെടുത്ത്. കാരണം ബ്രാൻഡ് കോപ്പീസ് അത്യാവശ്യം നല്ല ഐറ്റംസ് അവിടെ ആയിട്ടുണ്ട്. അപ്പൊ 2 ടീ ഇഷ്ടപ്പെട്ടപ്പോഴത്തേക്ക് 2 ടീ എടുത്ത്. അപ്പോഴത്തേക്ക് എന്റെ കയ്യിലുണ്ടായിരുന്ന കറൻസി തീർന്ന്.
അപ്പൊ നമ്മൾ ഒരു ATM കൗണ്ടറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് പോയിട്ട് ക്യാഷ് വിഡ്രോ ചെയ്തിട്ട് വേണം ഇന്ന് പർച്ചേസ് ചെയ്യാൻ. എന്തായാലും പർച്ചേസ് ചെയ്യാൻ തുടങ്ങിയ സ്ഥിതിക്ക് പിള്ളേർക്കും കൂടെ എന്തെങ്കിലും എടുക്കണം, സൈഗുനും അബ്രുവിനും. അപ്പൊ നോക്കട്ടെ ചിലപ്പോൾ സുലുവിനൊക്കെ പറ്റിയുണ്ടെങ്കിൽ അതും എടുക്കണം. പോകുമ്പോഴത്തേക്ക് എക്സ്ട്രാ ലഗേജ് കിടന്നതിന് എക്സ്ട്രാ ചാർജ് കൊടുത്ത് തന്നെ ഫ്ലൈറ്റ് കൊണ്ടുപോകേണ്ടി വരും. എന്തായാലും കുഴപ്പമില്ല. എന്തായാലും ഐറ്റം കുറെ നല്ല നല്ല ഐറ്റംസ് ഉണ്ട്. പിന്നെ പക്ഷെ ഇതെല്ലാം ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. കാരണം ഈ ബ്രാൻഡ് ഓഫീസർ ഇവര് ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. അത് അവർക്ക് ഭയങ്കര ഇഷ്യൂ ഉണ്ടാവും. അതുകൊണ്ടിട്ട് ഷൂട്ട് ചെയ്യരുതെന്നാണ് പറയുന്നത്. അതുകൊണ്ടിട്ടാണ് എൻ്റെ ഉള്ളിൽ ഞാൻ അധികം ഷൂട്ട് ചെയ്യാണ്ട് ജസ്റ്റ് എൻട്രൻസ് മാത്രം കാണിച്ചു നിർത്തിയത്. ഓക്കെ, ഞാനപ്പോൾ ATM കയറിയിട്ട് കുറച്ച് ക്യാഷ് വിഡ്രോ ചെയ്തിട്ട് ഞാൻ പർച്ചേസ് ചെയ്യട്ടെ. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് പോവാം. ഓക്കെ, ഒന്നും പറയണ്ട ഗൈസ്. ഇപ്പൊ വഴി കൂടെ പോകുമ്പോ പെട്ടെന്ന് തന്നെ പിടിച്ചിട്ട് പുള്ളിക്കാരൻ വിളിച്ചിട്ട് ഷൂസ് ഒറ്റടിക്ക് പിടിച്ചിട്ട് ബ്രഷ് ഇട്ട് തൊട്ട് കഴിഞ്ഞ് ടച്ച് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഊരി കൊടുക്കാണ്ട് വേറെ വഴിയില്ല. ഞാൻ ഇത് കണ്ടില്ലേ അവരുടെ സ്ലിപ്പർ വിട്ടിട്ടിരിക്കണേ. അവരിപ്പോ അത് വാട്ടിടുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ 300 രൂപയാണ് പറയണത്. പക്ഷെ എന്നാലത് നമുക്ക് 100-നൊക്കെ അവർ ചെയ്തു തരാന്ന് പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഞാൻ ഇങ്ങനെയൊന്നും ആരെ കൂടി ചെയ്യിപ്പിക്കാത്ത. പക്ഷെ പോണ വഴിക്ക് പെട്ടെന്ന് തന്നെ പിടിച്ചു കളഞ്ഞു. ലാസ്റ്റ് പിന്നെ ഊരി കൊടുക്കേണ്ട അവസ്ഥ എത്തി. ഇപ്പൊ പോസ്റ്റ് അടിച്ച ഒരു ഷോപ്പിന്റെ ഫ്രണ്ടില് വാതിക്കലിരിക്കണേ അല്ലേ? ഇതിലും പോസ്റ്റ് അടിച്ചിരിക്കണേ. എന്തായാലും ഇത് കഴിയട്ടെ ഗൈസ്. എങ്ങനെ നമ്മള് എല്ലാം കഴിഞ്ഞിങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും ഇവിടുന്ന് വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് കയറി അല്ലെ? ആക്ച്വലി നമ്മൾ കയറിയില്ലേ? എൻട്രൻസിലായി. അതായത് ഡിസ്ട്രിക്ട് 1 ന്യൂ ക്വീൻ വാക്കിംഗ് സ്ട്രീറ്റ്. അപ്പൊ കയറിയിട്ട് നമ്മൾ റൈറ്റ് സൈഡിൽ തന്നെ ഇവിടെ ഒരു ഫുഡ് ഫെസ്റ്റിവൽ എന്താ നടക്കുന്നുണ്ട്. ഇത് മാസത്തിലേക്ക് നടക്കണോ? ഇത് ഓരോ ബ്രാൻഡ്സ് ഓരോ ഫെസ്റ്റിവൽ. ഇപ്പൊ നെക്സ്റ്റ് വീക്ക് ഇവിടെ ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അപ്പൊ അതിലൊക്കെ ആയിട്ടുള്ള ഓരോ പരിപാടികളാണ്. അങ്ങനെ ഓരോരോ പരിപാടികളാണ്. ഇവിടെ ഞാൻ കുറച്ച് കാണിച്ചു തരാം. ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം. കണ്ടില്ലേ, നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വന്നതാ. അപ്പോഴാണ് ഇത് ഇവിടെ റൈറ്റ് സൈഡിൽ തന്നെ ഈ ഫുഡ് ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത്. ആൾക്കാരൊക്കെ ഇവിടെ ഇരുന്ന് തന്നെ കഴിക്കുന്നതാണ്. എന്തൊക്കെ വെറൈറ്റി സംഭവങ്ങൾ ഉണ്ട് കേട്ടോ. ഗൈസ് ഇതെന്ത് പുട്ടുപോലെ ഇരിക്കുന്ന സാധനം നോക്കിയാ. ഇവന് ഇതെന്തൊക്കെ ഐറ്റം ഒന്നറിയോ? സോസേജസ് ആണല്ലേ? ഇത് സോസേജ്. ഇത് കണ്ടിട്ടേ നമ്മുടെ അടുത്ത നാട്ടിലെ പുട്ട് പോലെ ഉണ്ട്. ഇത് അതിന്റെ ഉള്ളിൽ എന്തോ റൈസ് ഒക്കെ ഉണ്ടാ കുട്ടി അടച്ചു വെച്ചേക്കണം. സൂഷി കട്ട് ചെയ്തതിന് മുന്നിലുള്ള ഇതാണ്. അതെ, അത് പ്രോൺസിന്റെ കൊള്ളാം. എന്തായാലും കാണുമ്പോ തന്നെ നമുക്കൊരു പുതിയ ഫീൽ ചെയ്യുന്നുണ്ട്. ആൾക്കാരൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചോണ്ടിരിക്കണേ. ഐസ്ക്രീം കൗണ്ടർ. അതായത് തായ്ലാന്റ്, മലേഷ്യ ഇവിടെയൊക്കെ കൂടുതലും ഈ സോസേജുകളാണ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ മൊത്തം. അതെ, സോസേജുകളാണ് കൂടുതൽ. എന്റെ ഫാമിലിക്കും കൂടുതൽ ഇഷ്ടം. സുലുവിനും മഷു സോനുവിനൊക്കെ ഈ വക ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, നമുക്ക് എങ്ങനെ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് കടക്കാം. യെസ്, ഇതാണ് ഇതിന്റെ എൻട്രൻസ്. വിപിൻ അവിടെ നടന്നു പോയി. ഇന്ന് സൺഡേ ആണ്. അപ്പൊ ഒരുപാട് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഇതുണ്ടല്ലേ, കണ്ടമാനം ആൾക്കാരുണ്ട് ഇവിടെ. ഫുള്ള് പല പല ടൈപ്പ് ഫുഡുകള്. ഓക്കെ, ഇതൊക്കെ 5 സ്റ്റാർ ഹോട്ടലിലെ ഷെഫാണെന്ന് പറയുന്നത്. സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന പോലെ ഇവിടെ പ്രൊവിൻസ് ആണ്. അപ്പോ ഇത് ഹാനോയ് എന്ന് പറയുന്ന പ്രൊവിൻസിലെ ഒരു 5 സ്റ്റാർ ഹോട്ടലാണ്. അവിടുത്തെ വന്നിട്ട് ചെയ്യണം അല്ലേ?
സാമ്പിൾ കൊടുത്തോണ്ടിരിക്കണ്ട എല്ലാവർക്കും. അതാണ് സാമ്പിള്. നീ എന്തൊക്കെ കഴിക്കും? ഞാൻ ഒട്ടുമിക്ക എല്ലാ സാധനം കഴിച്ചിട്ടുണ്ട്, ഇവിടുന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡെയിലി കഴിക്കാറില്ല. അല്ല, കഴിക്കാത്ത ഐറ്റംസ് ഉണ്ടാ? കഴിക്കാത്തത് ഉണ്ട്, കുറെ ഉണ്ട്. ആണല്ലേ? എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട്. പോർക്കൊക്കെ കഴിക്കൂലേ? വളരെ റയർ, വല്ലപ്പോഴും. സാമ്പിൾ നോക്കാൻ നടക്കുന്നുണ്ടെങ്കിൽ മീറ്റ് ക്വാളിറ്റി പെർഫെക്റ്റ് അല്ലേ? ഭയങ്കര പെർഫെക്റ്റ് ആണ്. ഇവിടെ ഇൻസ്പെക്ഷൻ ഉണ്ട് മടക്കിടക്ക്. ഓക്കെ. ഇവിടെ ഇലയിൽ പൊതിഞ്ഞ് നമ്മുടെ വാഴന്റെ ഇല പൊതിഞ്ഞ എന്തോ സാധനം ഉണ്ടല്ലോ. പോർക്കാണല്ലേ? ഇവിടെ മെനു ഉണ്ട്. അതെ, ഇത് പോർക്ക. നല്ല സ്ലൈസ് പീസ് ആക്കി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അടിപൊളി കേട്ടോ. നല്ല തിരക്കുണ്ടല്ലേ അപ്പുറത്തേക്കൊക്കെ? കൗണ്ടറിലേക്കൊക്കെ ഭയങ്കര ആൾക്കാരാ. വീട്ടിൽ നിന്ന് കഴിക്കില്ല. കേട്ടാർന്ന ഇവിടുത്തെ ഒരു 80% ആൾക്കാരും പുറത്തുനിന്നാണ് കഴിക്കാറ്. വീട്ടിൽ നിന്ന് കഴിക്കല് വളരെ റെയറാണെന്നാണ് പറയുന്നത്. ലോലിപ്പോപ്പാണോ? ഉള്ള ഡ്രാഗന്റെ ഷേപ്പിലൊക്കെ ലോലിപ്പോപ്പ്. ഇത് നൈസായിട്ടുണ്ട്. ആ ഒരു സെക്ഷൻ, അതായത് ഈ നടുക്കായിട്ടാണ് ഈ ഒരു ടെന്റ് ഇട്ടേക്കണത്. ബാക്കി ചുറ്റിനും ഇതിന്റെ സ്റ്റാള്, 4 സൈഡും ഓരോരോ ഫുഡിന്റെ വെറൈറ്റി ആയിട്ടുള്ള സ്റ്റാളാണ്. അവിടെ എന്തൊക്കെയോ കാര്യമായിട്ട് നമ്മുടെ അവിടുത്തെ എന്താണ് നമ്മളവിടെ കിഴിയിൽ എന്താ പറയാ, എന്താ ഒച്ച സ്നെയിലൊക്കെ അവിടെ ഇട്ട് പുഴുങ്ങിയെടുക്കുന്നുണ്ട്. ഇതെന്താ സാധനം? ഇത് സോസേജ് ആണോ? കണ്ടിട്ട് ഒരു പാമ്പ് പോലെയൊക്കെ ഇരിക്കുന്ന. ഒച്ച പുഴുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കഴിച്ച്. ഒച്ചിങ്ങനെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഗൈസ്, ഇവിടെ ഒരുപാട് വെറൈറ്റി ഫുഡുകളുണ്ട് കേട്ടോ. ആ ഒച്ചകളുടെ തന്നെ പല വെറൈറ്റി എന്റെ ബാക്കിലുണ്ട്. എനിക്ക് അതിന്റെ ഇടയ്ക്ക് ഒരു ഷോപ്പിംഗ് കൂടെ ചെയ്തുകൊണ്ടിട്ട്, ഷോപ്പിംഗ് കൂടെ കഴിഞ്ഞുകൊണ്ടിട്ട് കയ്യിൽ കവറും പിടിച്ച് എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. ചിക്കൻ സ്വീറ്റ് ആണ്. കോഴിയുടെ കാലുണ്ട്. മനസ്സിലാവും. ബാക്ക് ക്യാമറ ഒന്നാകട്ടെ. കോഴിയുടെ കാൽപാദം, അത് നമ്മുടെ ഇവിടെ നോർത്ത് ഇന്ത്യയില് ചിലവർ കഴിക്കാറുണ്ട്. പിന്നെ ഒച്ചിന്റെ പല വെറൈറ്റി ഉണ്ട്. അതെ, സ്ക്വിഡ്. ഫ്രഷ് അടിച്ചെടുക്കുന്നുണ്ട് ഗൈസ്.
കക്കിറച്ചി എന്നൊക്കെ പറയും കേട്ടോ നമ്മളിവിടെ. ചിലവർ ഇത് വിട്ട് വീഡിയോ ഒക്കെ നന്നായിട്ട് കോർപ്പറേറ്റ് ചെയ്യും, ചിലവര് സമ്മതിക്കില്ല വീഡിയോ എടുക്കാൻ. നമ്മളങ്ങനെ അവിടുന്ന് പുറത്തിറങ്ങി ഈ വാക്കിംഗ് സ്ട്രീറ്റിന്റെ ഒരു സെന്ററിലായിട്ട് നമ്മൾ എത്തി. ഇവിടെ ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. അതെ, ഇതാണോ പറഞ്ഞ കിങ്ങിന്റെ ആ ഒരു ഏരിയ ഇത് അല്ല? സ്റ്റാച്ചു ആരുടെയെന്ന് അറിയോ? അതറിയില്ല. അത് മാത്രമേ അറിയാൻ പറഞ്ഞതൊന്നും എന്റെ അടുത്ത് ചോദിക്കരുത് പ്ലീസ്. ഓക്കെ, ഞാൻ എന്തായാലും നിങ്ങളെ കാണിച്ചു തരാം. കണ്ടില്ലേ, നമ്മളിതിന്റെ സെന്ററിലെത്തി. ഈ സ്റ്റാച്ചുന്റെ കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത്. പിള്ളേരുടെ പോസ്റ്റ് നോക്കി ചുറ്റിപ്പൈ. ബ്രിഡ്ജിന്റെ നീ കുറച്ചുകൂടെ ഉറക്കെ പറഞ്ഞത് നന്നായിരിക്കും. അല്ലാതെ ഹാനോയിലുള്ള ബ്രിഡ്ജിന്റെ റെപ്ലിക്ക ഉണ്ടാക്കി വെച്ചത് അവിടെ. ഓ, റെപ്ലിക്ക ഉണ്ടാക്കി വെച്ചേക്കണല്ലേ? ഓക്കെ ഓക്കെ. ഞാൻ ചോദിക്കാൻ പോയുള്ളൂ എൻ്റെ അടുത്ത് ആക്ച്വലി ഈ ബ്രിഡ്ജ് എന്താണ് ഉദ്ദേശിച്ചത്. ഹാനോയിൽ പോയാൽ മനസ്സിലാവുന്നുണ്ട്. ഹാനോയ് ഇവിടുന്ന് ഫ്ലൈറ്റിൽ ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂറത്തെ യാത്ര ഉണ്ട് കേട്ടോ. ഹാനോയ് പോണമെന്നുണ്ട് ഇൻഷാല്ലാ. അത് അടുത്ത പ്രാവശ്യം വരുമ്പോൾ പ്ലാൻ ചെയ്യണമായിരിക്കും ഏറ്റവും ബെറ്റർ. നമുക്ക് നേരെ ഈ ബ്രിഡ്ജ് വഴി അങ്ങോട്ട് നടക്കാം അല്ലേ? കൊള്ളാട്ടോ. അപ്പൊ പക്കായിട്ട് ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ട്രാക്കും. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതെ അതെ, റെയിൽവേ ട്രാക്കാണ് കേസ്. കണ്ടില്ലേ, ഇവിടെ റൈറ്റും ലെഫ്റ്റും എല്ലാം ഫുള്ള് ഇവിടുത്തെ ഒരു ഓരോ ഹിസ്റ്ററിന്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫോട്ടോസും അതിന്റെ ഇയറും കാര്യങ്ങളും ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട്. റെയിൽവേ ട്രാക്കിന് ഒരു ഇളക്കമുണ്ട് അല്ലേ വിപിനെ? ആർട്ടിഫിഷ്യലല്ലേ, ഇളക്കം ഇല്ലാണ്ടിരിക്കും. കൂടുതൽ ആൾക്കാർ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ പൊളിഞ്ഞ് ചെയ്യാനും ചാൻസ് ഉണ്ടാവും. നല്ല ലോഡ് കൂടുമ്പോഴേ. ആണല്ലേ? ഇവിടുത്തെ ഗവൺമെന്റിന്റെ മെയിൻ ഉദ്ദേശം വെച്ചാൽ ഇവിടുത്തെ ആൾക്കാർ ഹാപ്പി ആയിരിക്കണം. അതെ, അതുകൊണ്ട് ഇവിടെ എന്തും ചെയ്യും. എല്ലാ മാസവും ഒരു ഇവന്റ് ഉണ്ടാവും, കൺസേർട്ട് ഉണ്ടാവും. അതായത് ഇവിടുത്തെ ആൾക്കാരെ ഹാപ്പി ആക്കാൻ വേണ്ടി ഇവിടുത്തെ ഗവൺമെന്റ് എന്തും ചെയ്യും എന്നാണ് പറയണത്. അതായത് മാസം എന്തെങ്കിലുമൊക്കെ പരിപാടി വെക്കുന്നത്. അങ്ങനെ വേണം ഗവൺമെന്റ്. ഓക്കെ ഗൈസ്, നമ്മള് ആ ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങി. ഒരുപാട് ആൾക്കാർ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അതിന്റെ ഒരു സൈഡ് വ്യൂ കാണിച്ചു തരാം, അതെങ്ങനെയാണ് പണിത് വെച്ചേക്കണെന്നുള്ളത്. കണ്ടില്ലേ? നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഈ സൈഡ് വ്യൂ കാണിക്കുന്നത്. അങ്ങോട്ടൊന്നുമില്ലല്ലോ. എവിടെ? ഹലോ ഹലോ. ഓക്കെ, മിനിമം 2 ഉണ്ടോ? ഭയങ്കര പെറ്റ്സ് സ്നേഹികളാണ്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് ഇവിടുന്ന് കോൾഡ് കോഫി കുടിക്കാൻ വേണ്ടി വന്നേക്കണേന്ന്. ഇവിടുത്തെ കോഫി അല്ലാന്നും പറഞ്ഞിട്ട് നമ്മളെ വിപിൻ ഇങ്ങോട്ട് വിളിച്ചിട്ട് വന്നാ. ഇവിടുത്തെ കോഫി അടിപൊളിയാന്ന് പറയുന്നത്. കോഫി കുടിച്ചു നോക്കട്ടെ, കുടിച്ചിട്ട് അഭിപ്രായം പറയാം. എന്ത് കോഫി? സോൾട്ട് കോഫി. സോൾട്ട് കോഫി ഞാൻ മലേഷ്യയിൽ നിന്ന് പ്രാവശ്യം കുടിച്ചിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ ഇന്നലെ കുടിച്ചത് സോൾട്ട് കോഫി ആയിരുന്നു കേട്ടോ. ഇന്നലെ അത് പറയാൻ പറഞ്ഞു. ഇന്നലെ കുടിച്ചത് സോൾട്ട് കോഫി ആയിരുന്നു. ആണോ? ഓക്കെ ഓക്കെ, ഇവരാണ് അപ്പൊ ഇതിന്റെ തുടക്കക്കാരെന്നാണ് പറയുന്നത്.
Okay, coffee ready. Thank you. One more. നല്ല കോഫി കൊള്ളാം, നല്ല ടേസ്റ്റ്. ബിൽഡിംഗ് കഫേ അപ്പാർട്ട്മെന്റ്, ഇതൊരു ഐക്കോണിക് ബിൽഡിംഗ് ആണ്. ഓക്കെ കഫേ അപ്പാർട്ട്മെന്റ് അല്ലേ? ഞാനും ഇതുകൊണ്ട് നെറ്റിലടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കേട്ടിട്ടുണ്ട് കഫേ അപ്പാർട്ട്മെന്റ് ഇവിടുത്തെ ഒരു മെയിൻ ആണ്. മിക്കവരും ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് കാണാൻ വേണ്ടി ചെല്ലുമെന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ട്. ആ ബിൽഡിംഗ് ഫുൾ കഫേസ് ആണ്. നമുക്ക് നോക്കാം, ആ ബിൽഡിംഗ് കൂടെ ഒന്ന് കാണാം. ഒന്നും പറയണ കേസ്, കയ്യിൽ ഇതെല്ലാം കൂടെ പിടിച്ചിട്ട് നടക്കുന്നത്. മുടി പോലും മര്യാദക്കൊന്ന് നിങ്ങൾ വിചാരിക്കണ്ടാവും വശിക്കാൻ്റെ മുടി, അല്ലെങ്കിൽ തന്നെ എന്റെ മുടിനെ പറ്റി ഭയങ്കര കമന്റാ. മുടി വെട്ട് പഴയ പോലെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് നാച്ചുറൽ ആയിട്ട് പോട്ടെന്ന് വിചാരിച്ചില്ല. ഇത് രണ്ട് കയ്യിൽ സാധനങ്ങൾ കാരണം എനിക്ക് മുടി പോലും മര്യാദക്കൊന്ന് കറക്റ്റ് ചെയ്ത് ഇടാൻ പറ്റില്ല. ഇതുണ്ടല്ലേ ഒരുമാതിരിയായിട്ട് ഷാബിയായിട്ട് ഇങ്ങനെ കിടക്കണേ. കുഴപ്പമില്ല ഗൈസ്. അങ്ങനെ നമ്മൾ നടന്ന് കഫേ അപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിലെത്തി. ഇതുണ്ടല്ലേ, ഇതാണ് ആ പറഞ്ഞ ഫേമസ് കഫേ അപ്പാർട്ട്മെന്റ്. ഇതിങ്ങനെ കംപ്ലീറ്റ് കഫേയാണ് ഗൈസ്. ഇതന്നെ ഇങ്ങനെ മേളിൽ നിന്ന് ഇങ്ങനെ ഓരോരോ ബ്രാൻഡിൽ ഇങ്ങനെ കിടക്കണത്, നീണ്ടു നിവർന്ന് കിടക്കുന്ന തന്നെ പറയാൻ പറ്റും. അട്ടിയിട്ട് വെച്ചേക്കണേ. ഇന്ത്യൻ റെസ്റ്റോറന്റ് വരുന്നല്ലേ? കൊള്ളാം നൈസ്. ഇവിടെ ഒരുപാട് ആൾക്കാർ അവിടെ വരും കേട്ടോ. അവിടെ വന്ന് കാണാൻ വേണ്ടി വരും. ഇതിന്റെ ഫ്രണ്ടിൽ നിന്നിട്ടൊക്കെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കും. നമ്മള് സൂം ചെയ്ത് കാണിക്കാന്ന് വിചാരിച്ചു ടീച്ചറെ. ഈ വിയറ്റ്നാമൊക്കെ വന്ന ടൂറിസ്റ്റുകളൊക്കെ ഒട്ടുമിക്കവരും ഇവിടെ വരും. അതിന്റെ ഉള്ളിൽ കയറാനുണ്ടെങ്കിൽ എന്തൊക്കെയുണ്ട് അതിന്റെ ഉള്ളിൽ? ശരിക്കും കഫേസ് ആണ്, ഫുൾ കഫേസും അതല്ലാണ്ട് വേറെ എന്തൊക്കെയോ ഉണ്ടെന്നല്ല അതിന്റെ ഉള്ളിൽ? സൂപ്പർ മാർക്കറ്റ് പോലെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഫുൾ കഫേസ് മാത്രമല്ല. കാരണം എന്താ പറയുക, അതിന്റെ എൻട്രൻസ് കാണുമ്പോഴത്തേക്കും ഈ താഴെ അടിഭാഗം കാണുമ്പോഴത്തേക്കും ബുക്ക് സ്റ്റാൾ, അതന്നെ ബുക്ക് സ്റ്റാള് കാണുന്നുണ്ട്. പിന്നെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ടച്ച് പോലെ ഒരു സൈഡിലും കാണുന്നുണ്ട്. അത് ഞാൻ ചോദിക്കാൻ കാരണം. ഓക്കെ, എനിവേ നൈസ്. അതേപോലെ തന്നെ ഞങ്ങളിവിടെ ആയിട്ട് വേറൊരു ബിൽഡിംഗ് ഉണ്ട്. അതിന്റെ ഉള്ളിൽ ഫുള്ള് ഓരോരോ റെസ്റ്റോറന്റും കാര്യങ്ങളൊക്കെ, സ്റ്റാർബക്സ് ഒക്കെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് അങ്ങോട്ടൊന്ന് പോവാന്ന് വിചാരിച്ചു. അതാണ് ഇവിടെ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ വന്നാരണം ക്രോസിങ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ക്രോസ് ചെയ്ത് കേസ്. അതായത് ഈ ഒരു ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീക്കെൻഡിലൊക്കെ എല്ലാവരും ഒരു ഹാപ്പിനെസ് പ്ലേസ് ആയിട്ട് കണ്ട് ഇങ്ങനെ എല്ലാവരും കറങ്ങാനും ഇങ്ങനെ കോഫി കുടിക്കാനും റെസ്റ്റോറന്റും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടൊക്കെ വന്നൊരു സ്ഥലമാണ്. ഒരുപാട് ഫാമിലീസ് ഒക്കെ വന്നിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കണേ ആൾക്കാര്. കൊള്ളാം. നല്ല 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 പ്ലാൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ലൊരു വൈബ് ഉണ്ട്. ഭയങ്കര രസമായിട്ടുണ്ട് ഇവിടെയൊക്കെ. ഫ്ലോറും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പ്ലാൻസ് ഒക്കെ വെക്കാൻ പറ്റിയ ടൈപ്പ് ഫ്ലോറും. നോക്കിയാൽ മേളിലൊക്കെ പോയി നല്ലൊരു വൈബ്, നല്ലൊരു ഫീൽ ഉണ്ട് ഇവിടെ വന്ന്. ഇതിലൂടെയൊക്കെ നടക്കുമ്പോഴും ഇവിടെയൊക്കെ വന്ന് നിൽക്കാനും ഒക്കെ. അങ്ങനെ ഞങ്ങൾ നടന്ന്
വാക്കിംഗ് സ്ട്രീറ്റിന്റെ എൻഡ് എന്ന് പറയുന്നത് ഒരു റിവേഴ്സ് സൈഡാണ് അല്ലേ? ആ ഒരു റിവേഴ്സ് സൈഡ് ഭാഗത്തായിട്ട് എത്തി. അപ്പൊ ഈ റോഡ് ക്രോസ് ചെയ്യണം. ഇത് ക്രോസ് ചെയ്യണമെങ്കിൽ ചെറിയ പണിയൊന്നുമല്ല, കുറച്ച് ഹൈലി റിസ്കിയാണ്. സീബ്ര ലൈനൊക്കെ ഉണ്ട്, പക്ഷെ എന്തായാലും ആൾക്കാർ പെട്ടെന്നൊന്നും ചവിട്ടി നിർത്തി തരില്ല. എന്തായാലും ഞങ്ങൾ ക്രോസ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഇതുപോലെ വണ്ടികൾ വരുന്നത് ഇത്രയധികം വണ്ടികൾ വന്നതിന്റെ ഇടയിൽ കൂടെ ക്രോസ് ചെയ്യലാണ് വൺ ടാസ്ക്. ഓക്കെ, അപ്പൊ ഇനി അടുത്തൊരു റോഡ് കൊണ്ടുണ്ട്, അതും കൂടെ ക്രോസ് ചെയ്യാനുണ്ട്. ഞാൻ അപ്പൊ ബാക്ക് ക്യാമിന് റിവേഴ്സ് സൈഡ് ഞാൻ കാണിച്ചുതരാം. ഇവിടെ നിന്നുള്ളൊരു ആംഗിള്. ല്ലേ നമ്മളങ്ങനെ നടന്ന് ഒരു റിവേഴ്സ് സൈഡ് എത്തി. അവിടുന്ന് അങ്ങോട്ട് ഒരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. കൊള്ളാം. നൈസ്. സ്പീഡ് ബോട്ടും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട്. വാവ്, വലിയ LED വാളല്ലേ? അതിലിവിടെ ഒരു ഷിപ്പ് പോണുണ്ട്. ഐ ലവ് HCMC, ഹോച്ചിമിൻ സിറ്റി. സന്ധ്യയായി ഗൈസ്. അവിടെ ഒരു ബ്രിഡ്ജ് കാണുന്നുണ്ടോ? ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് പോലെ ഇരിക്കണത്. കൊള്ളാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് വ്യൂ എന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടിയും കുറച്ചും കൂടെ നിങ്ങൾക്ക്, ഇതിപ്പോ വൈറ്റ് ഷോട്ടാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ ഒരു 2x കൂട്ടിട്ട് കാണിച്ചത്. ഇതാ കണ്ട അവിടെ ഒരു ബ്രിഡ്ജ്. ഏത്? അതല്ലേ 81 ഫ്ലോറാ. അതാണ് ഇവിടുത്തെ ടോളസ്റ്റ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. എന്താണ് അതിന്റെ പേര്? ലാൻഡ്. ഓക്കെ. അവിടെ ഒരു LED വാൾ. ഓക്കെ, ആ LED വാള് ഭയങ്കര ട്രാൻസ്പെറന്റും കൂടെ അല്ലേ? അല്ലേ, ഭയങ്കര ട്രാൻസ്പെറന്റ്. അതായത് അതിനകത്ത് നൈറ്റ് ആയി മാത്രമേ അതിനകത്ത് കാണുള്ളൂ കേട്ടോ. കാണിച്ചുതരാം. ഇതുണ്ടല്ലേ, അത് പക്ക ട്രാൻസ്പെറന്റ്. അത് നൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കാണുള്ളൂ. ഡേ ടൈം ആണെന്നുണ്ടെങ്കിൽ അപ്പുറം ഭാഗം കാണാം. കൊള്ളാം അത്. ആ ബസ്സിലല്ലേ നമ്മളിങ്ങ പോകാൻ വേണ്ടി പോണത്? അല്ലേ? ഓക്കെ ഓക്കെ, അടിപൊളി. നമ്മളങ്ങനെ നടന്ന് ഇവിടെ ആയിട്ടൊരു വാട്ടർ ബസ് സ്റ്റേഷൻ എത്തി അല്ലേ? ഓക്കെ, വാട്ടർ ബസ്, അതായത് മെട്രോ പോലെ തന്നെ എന്നുള്ള ആണ് പറയണത്. റെസ്റ്റോറന്റ് ആൻഡ് കഫേ. ഇതാണ് ഗൈസ്, ഈ പുള്ളിക്കാരനാണ് ഇതിന് ഉത്തരവാദി. ഈ ഹോച്ച്മിൻ സിറ്റിയിൽ നിന്ന് പേര് വരാൻ ഒരു കാരണക്കാരൻ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് നടന്ന് എന്താണ് പറഞ്ഞ വാട്ടർ സ്റ്റേഷൻ
അതിന്റെ ഫ്രണ്ടില് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിക്കുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി പ്രത്യേകിച്ച് മുമ്പിലേക്ക് പോയിട്ട് കാര്യമായിട്ടൊന്നും ഒന്നുമില്ല. കുറെ ഇങ്ങനെ നടക്കുക എന്നുള്ള. പക്ഷെ ഇവിടെ ഇങ്ങനെ നടക്കാൻ ഭയങ്കര ഒരു നല്ലൊരു കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കാമൻ വൈബായിട്ട് ഇങ്ങനെ പോകാൻ പറ്റും. അപ്പൊ വിയറ്റ്നാം വന്നവരൊക്കെ ഇവിടേക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നടക്കാൻ ഇറങ്ങാം. അടിപൊളിയാണ്. എല്ലാവർക്കും വന്ന് ഇതൊക്കെ കണ്ടിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാം. അപ്പൊ ഇൻഷാല്ലാ അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.